കുഞ്ഞുങ്ങളെ, എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരും വളരെ സന്തോഷത്തിലാണല്ലോ. കോവിഡ് മഹാമാരി വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ എല്ലാവരും സുരക്ഷിതരായിട്ട് വീടുകളിലിരിക്കണം കേട്ടോ. കുഞ്ഞുങ്ങളെ, അപ്പോൾ നമ്മൾ സാമൂഹ്യശാസ്ത്രം 7ാം ക്ലാസ്സിൽ എത്ര അധ്യായങ്ങൾ പഠിച്ചു കഴിഞ്ഞു? 2 അല്ലേ? ഏതൊക്കെയാണ്? 1ാമത്തെ അധ്യായം ഏതാ? യൂറോപ്യൻ ട്രാൻസിഷൻ. ഏതാ? യൂറോപ്പ് പരിവർത്തന പാതയിൽ. എങ്കിൽ 2ാമത്തെ യൂണിറ്റ് ഏതാ? ഫ്രം ട്രേഡ് ടു പവർ. കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. കൂട്ടുകാരെ, കച്ചവടത്തിനായി ഇന്ത്യയിൽ വന്ന വിവിധ യൂറോപ്യൻ ശക്തികളെക്കുറിച്ച് 2ാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ആരൊക്കെയാണവർ? ഓർക്കുന്നുണ്ടോ? അവിടെ പറഞ്ഞുവല്ലോ, മിടുക്കൻ. ആരൊക്കെയാ? പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. ദ പോർച്ചുഗീസ്, ദ ഡച്ച്, ദ ഇംഗ്ലീഷ് ആൻഡ് ദ ഫ്രഞ്ച്. ഓക്കെ അല്ലേ? എങ്കിൽ ഇന്ത്യയിൽ കച്ചവടത്തിനായി ആധിപത്യം ഉറപ്പിക്കുവാൻ വേണ്ടി അവസാനം ആരൊക്കെ തമ്മിലായിരുന്നു യുദ്ധം? ഓർമ്മയുണ്ടോ മക്കളെ? ആരൊക്കെ തമ്മിലായിരുന്നു യുദ്ധം? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും. നമ്മൾ കർണാട്ടിക് യുദ്ധം ഓർക്കുന്നു. കർണാട്ടിക് യുദ്ധത്തില് ഇംഗ്ലീഷുകാർ ആരെ പരാജയപ്പെടുത്തി? ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തി. അങ്ങനെ ഫ്രഞ്ചുകാർ ഇവിടം വിട്ടു പോവുകയും ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ കച്ചവടാധിപത്യം ഉറപ്പിക്കുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ വിശദമായി 2ാമത്തെ യൂണിറ്റിൽ പഠിച്ചു. ശരി, എങ്കിൽ ആദ്യമായി അവർ ആധിപത്യം ഉറപ്പിച്ച ബംഗാളിൽ എന്തൊക്കെയോ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു അല്ലേ കൂട്ടുകാരെ? എന്തൊക്കെയാണവ? കാതലായ 2 കാര്യങ്ങളാണല്ലേ? ഏതൊക്കെയാണ്? 1, അഗ്രികൾച്ചറൽ പ്രോസ്പെരിറ്റി. ദ സെക്കൻഡ് വൺ, ട്രേഡിംഗ് ഫെസിലിറ്റീസ്. എന്തൊക്കെയാ? കാർഷിക സമൃദ്ധി. പിന്നെയോ കച്ചവടത്തിനുള്ള സാധ്യതകൾ, സൗകര്യങ്ങൾ അല്ലേ? ഇതൊക്കെ കണക്കിലെടുത്ത ബംഗാളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കച്ചവടത്തിനായി ആധിപത്യം ഉറപ്പിച്ചു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിച്ചു അല്ലേ? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിൽ ആധിപത്യം ഉറപ്പിക്കുവാൻ ഇടയായ സാഹചര്യം നമ്മൾ 2ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു അല്ലേ? എങ്കിലും അതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? നമ്മൾ സാമൂഹ്യശാസ്ത്രം പഠിക്കുന്ന കുഞ്ഞുങ്ങളെന്ന നിലയിൽ വർഷങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ 1ാമത്തെ അധ്യായത്തിൽ പഠിച്ചു അല്ലേ? 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയ വർഷമൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന വർഷങ്ങളെല്ലാം നമ്മൾ ഹൃദിസ്ഥമാക്കിയിരിക്കണം അല്ലേ? എങ്കിൽ 1757 പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തി ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറയിട്ടു. ഏത് യുദ്ധമാണ്? 1757 പ്ലാസി യുദ്ധം അല്ലേ? ദ ബാറ്റിൽ ഓഫ് പ്ലാസി ഇൻ 1757. എന്നാൽ ബംഗാൾ കമ്പനിയുടെ അധീനതയിലായത് ഏത് യുദ്ധമാണെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടല്ലേ? മിടുക്കൻ. 1764 ബക്സാർ യുദ്ധം. ഏതാ? ദ ബാറ്റിൽ ഓഫ് ബക്സാർ ഇൻ 1764. ഓക്കെ കൂട്ടുകാരെ, നമ്മൾ ഈ 2 യുദ്ധങ്ങളുടെ കാര്യവും പറഞ്ഞല്ലോ. അതിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന്
അടിത്തറയിട്ട യുദ്ധം ഏതാണ്? ഓർമ്മയുണ്ടല്ലേ? ഏതാ? 1757 പ്ലാസി യുദ്ധം, ദ ബാറ്റിൽ ഓഫ് പ്ലാസി ഇൻ 1757. എന്നാൽ ബംഗാൾ പൂർണ്ണമായും കമ്പനിയുടെ അധീനതയിലായത്, അല്ലെങ്കിൽ അവരെ സുസ്ഥിരമാക്കാൻ സഹായിച്ച യുദ്ധം ഏതാ? അവിടെ പറഞ്ഞല്ലോ, ബാറ്റിൽ ഓഫ് ബക്സാർ ഇൻ 1764, 1764 ബക്സാർ യുദ്ധം അല്ലേ? അപ്പോ നമ്മളിപ്പോ എവിടെയാ എത്തി നിൽക്കുന്നേ? ബംഗാളിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞു അല്ലേ? ഈ രണ്ടാമത്തെ അധ്യായത്തിൽ നിങ്ങളെ അന്ന് പഠിപ്പിച്ച അധ്യാപകൻ തന്ന വർക്കൊക്കെ നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചിട്ടുണ്ടാവും അല്ലേ? എല്ലാവരും നല്ല മക്കളാണ് കേട്ടോ, എല്ലാവരും ചെയ്ത് അയച്ചിട്ടുണ്ടെന്ന് ടീച്ചർ അറിഞ്ഞു കേട്ടോ. എന്നാൽ ഇന്ന് നമുക്ക് പുതിയൊരു അധ്യായത്തിലേക്ക് കടന്നാലോ? അതായത് മൂന്നാമത്തെ അധ്യായമായ ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും, ദ റെസിസ്റ്റൻസ് ആൻഡ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ ബംഗാളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആധിപത്യം ഉറപ്പിച്ച കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്നാൽ ആ ബംഗാളിൽ ആധിപത്യം ഉറപ്പിച്ചതിനു ശേഷം അവിടെ നടന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയെന്ന് നമുക്കറിയണ്ടേ? ടീച്ചർ ഒരു കുഞ്ഞ് കഥ പറയാം. ടീച്ചർ പറയട്ടെ. നഗോഡകളുടെ പെരുവിരൽ. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. അവരുണ്ടാക്കുന്ന പട്ടുനൂൽ തേടി വിവിധ നാടുകളിൽ നിന്ന് നെയ്ത്തുകാരെത്തിയിരുന്നു. ബംഗാളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം സ്ഥാപിച്ചതോടെ കമ്പനി ഉദ്യോഗസ്ഥർ നഗോഡകളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. കുറഞ്ഞ വേതനത്തിന് അവരെ കൊണ്ട് നെയ്ത്ത് ജോലി ചെയ്യിപ്പിച്ചു. ഉപജീവനത്തിന് മറ്റു മാർഗങ്ങൾ തേടാൻ സാധിക്കാത്ത വിധത്തിൽ കമ്പനിയുടെ തൊഴിലാളികളാക്കി അവരെ മാറ്റി. അടിമകൾക്ക് തുല്യമായ ജീവിതം. കമ്പനി ഉദ്യോഗസ്ഥരുടെ തീരുമാനം അംഗീകരിക്കാത്തവരെ ക്രൂരമായി മർദ്ദിച്ചു. വസ്തുവകകൾ പിടിച്ചെടുത്തു. ജീവിതം വഴിമുട്ടിയ നഗോഡകൾ കുലത്തൊഴിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അതിനവർ കണ്ടെത്തിയ മാർഗം സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റുക എന്നതായിരുന്നു. ലെറ്റ്സ് ഹിയർ വൺസ് അഗൈൻ thumb of the Nagodas. Nagodas were the sericulturists of Bengal. Weavers from various countries came to buy the silk they produced. When Bengal came under the rule of the English East India Company, the officials began to exploit the Nagodas. They were compelled to do weaving for meager wages. They were made bonded laborers of the company, denying opportunity to seek any other means of livelihood. They were forced to live like slaves under the company. The workers who were not willing to obey were tortured. Their properties were seized. They collectively decided to give up their traditional occupation, for it did not help them earn a living. Hence, they decided to cut off their thumbs as a protest against the policies of the East India Company. കൂട്ടുകാരെ, നഗോഡകളുടെ കഥ കേട്ടല്ലോ അല്ലേ? എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടല്ലോ? എങ്കിൽ ടീച്ചർ ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ആരായിരുന്നു ഈ നഗോഡകൾ? അവിടെ പറഞ്ഞല്ലോ, ആരാ? ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. Who were Nagodas? The Nagodas were the sericulturists of Bengal. ആരാണിവരെ ചൂഷണം ചെയ്തത്? കുറച്ച് പറഞ്ഞേ, ആരാണ്? ബ്രിട്ടീഷുകാർ. ബ്രിട്ടീഷുകാർ നഗോഡകളെ ചൂഷണം ചെയ്തു. എന്തെല്ലാമായിരിക്കും ഇവർ അനുഭവിച്ചിട്ടുള്ള ദുരിതങ്ങൾ? നമ്മൾ കഥയിൽ കേട്ടല്ലോ. എന്തെല്ലാമായിരിക്കും? നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ? പറഞ്ഞേ. അടിമകളെ പോലെയുള്ള ജീവിതം അല്ലേ? പിന്നെയോ അവരുടെ വസ്തുവകകളെല്ലാം പിടിച്ചെടുത്തു. പിന്നെന്താ ചെയ്തത്? കുറഞ്ഞ വേതനത്തിന് അവരെ കൊണ്ട് നെയ്ത്ത് ജോലി ചെയ്യിപ്പിച്ചു. ഉപജീവന മാർഗം മറ്റൊന്നും കിട്ടാൻ സാധിക്കാത്ത വിധം അവരെന്ത് ചെയ്തു? കമ്പനിയുടെ ചൂഷണത്തിന് ബ്രിട്ടീഷുകാർ ഇരയാക്കി. അപ്പോൾ അവരെന്താ ചെയ്തിട്ടുണ്ടാവുക? ഒന്ന് ചിന്തിച്ച് നോക്കിയേ കൂട്ടുകാരെ, എന്ത് ചെയ്തിട്ടുണ്ടാവും?
ആ അവരെല്ലാം കൂടെ ഒത്തുചേർന്ന് അവരുടെ കുലത്തൊഴിലായ ഈ പട്ടുനൂൽ കൃഷി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അതിനവർ കണ്ടെത്തിയ മാർഗം നമ്മൾ ഈ കഥ കേട്ടപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിൽ നൊമ്പരം തോന്നിയ ഏതെങ്കിലും ഭാഗം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു അല്ലേ? ഏതാ? അവർ അവരുടെ പെരുവിരൽ, തള്ളവിരൽ മുറിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തിയ ഭാഗം അല്ലേ? എന്തിനായിരിക്കാം അവർ അവരുടെ തള്ളവിരൽ മുറിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തിയത്? നമ്മൾ മേൽപ്പറഞ്ഞ കാരണമൊക്കെ തന്നെയാണല്ലേ? എന്തൊക്കെയാണ്? അടിമകളെ പോലെ പണി ചെയ്യിപ്പിച്ചു, ജോലിക്ക് തക്ക കൂലി കൊടുത്തില്ല, പിന്നെ അവരുടെ വസ്തുവകകളെല്ലാം പിടിച്ചെടുത്തു, പിന്നെ അവരെന്ത് ചെയ്തു? അവരെ തൊഴിലില്ലാത്തവരാക്കി മാറ്റി. അപ്പം അവർക്ക് ഏക മാർഗം എന്താണ്? അവരുടെ കുലത്തൊഴിൽ ഉപേക്ഷിക്കുക. അതിനായി അവർ എന്ത് ചെയ്തു? അവരുടെ തള്ളവിരൽ മുറിച്ച് അവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി. കൂട്ടുകാരെ, അപ്പോൾ കഥ കേട്ടു, ടീച്ചർ ചോദ്യങ്ങൾ ചോദിച്ചു, മക്കൾ ഉത്തരം പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് ഉറപ്പിച്ചാലോ? ശരിയല്ലേ? ആരായിരുന്നു നഗോഡകൾ? ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. ബ്രിട്ടീഷുകാർ അവരെ ചൂഷണം ചെയ്തു. ഏതെല്ലാം രീതിയിലാണ് ബ്രിട്ടീഷുകാർ അവരെ ചൂഷണം ചെയ്തത്? ജോലിക്ക് തക്ക കൂലി കൊടുത്തില്ല, അവരുടെ വസ്തുവകകൾ പിടിച്ചെടുത്തു, പിന്നെയോ അടിമകൾക്ക് സമാനമായ ജീവിതം. കമ്പനി ഉദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും പറഞ്ഞാൽ അനുസരിച്ചില്ല എങ്കിൽ ക്രൂരമായ മർദ്ദനത്തിന് അവർ ഇരയാകേണ്ടി വന്നു. ഇക്കാരണങ്ങൾ കൊണ്ട് നഗോഡകൾ അവരുടെ പെരുവിരൽ മുറിച്ച് അവരുടെ കുലത്തൊഴിൽ ഉപേക്ഷിച്ച് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെയുള്ള അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തി. അപ്പോൾ നഗോഡകളെ കുറിച്ചുള്ള വിവരണം നമ്മൾ പഠിച്ചു. അതിലെന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും പഠിച്ചു. അപ്പോൾ നിങ്ങൾക്ക് നഗോഡകളെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കണ്ടേ? അതിന് സഹായിക്കുന്ന രീതിയിൽ കുറച്ച് സൂചകങ്ങളും അവയുടെ ഉത്തരങ്ങളും നമുക്കൊന്ന് കണ്ടാലോ? കുഞ്ഞുങ്ങളെ, നോട്ട് ബുക്കും പേനയും നിങ്ങളുടെ അടുത്ത് ഇരിപ്പുണ്ടല്ലോ. ഈ കാണുന്ന കാര്യങ്ങൾ നോട്ട് ബുക്കിൽ ഒന്ന് കുറിക്കാമോ? കുറിച്ചോ? പെട്ടെന്ന് കുറിച്ചോ അല്ലേ? എല്ലാവരും മിടുക്കരാണല്ലേ? ഈ കുറിച്ച കാര്യങ്ങളും നമ്മൾ കേട്ട കാര്യങ്ങളും എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് നഗോഡകളെ കുറിച്ച് നല്ല രീതിയിലൊരു കുറിപ്പ് തയ്യാറാക്കി നിങ്ങൾ ആർക്ക് അയച്ചു കൊടുക്കും? നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കും അല്ലേ? റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ നഗോഡാസ്. നഗോഡകളെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. എന്താ, റെഡിയല്ലേ? നഗോഡകൾ മാത്രമായിരിക്കുമോ ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിന് വിധേയരായവർ? എന്താ, അല്ലേ? അല്ല. നഗോഡകളെപ്പോലെ പരമ്പരാഗത തൊഴിലിലേർപ്പെട്ടിരുന്ന നിരവധി വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിന് വിധേയരായി. The company rule adversely affected all the workers engaged in traditional occupation. എന്താ? നഗോഡകളെ പോലെ പരമ്പരാഗത തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന ഒട്ടനവധി വിഭാഗങ്ങൾ കമ്പനിയുടെ ചൂഷണത്തിന് ഇരയായി. അവരെ കുറിച്ച് നമുക്ക് പഠിക്കണ്ടേ? എന്താ? പഠിക്കാം. അവർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ? ശരി. കർഷകർ, നെയ്ത്തുകാർ, കൈത്തൊഴിലുകാർ, പിന്നെ ആരാ? ഗോത്ര വിഭാഗം. once more, farmers, weavers, craftsmen and the tribals. Okay. അപ്പോൾ ആരൊക്കെയാണ് കമ്പനിയുടെ ചൂഷണത്തിന് നഗോഡകളെ പോലെ വിധേയരായവർ എന്ന് നാം പഠിച്ചു? ആരൊക്കെയാ? പറഞ്ഞേ. ഫാമേഴ്സ്, വീവേഴ്സ്, ക്രാഫ്റ്റ്സ്മെൻ ആൻഡ് ദ ട്രൈബൽസ്. ഓക്കെ. അതിൽ തന്നെ നമുക്കൊരു പദസൂര്യൻ പൂർത്തിയാക്കാനുണ്ട് അല്ലേ? ഒരു വേർഡ്സൺ പൂർത്തിയാക്കാനുണ്ട്. ഒന്ന് കണ്ടാലോ? എന്താ വേർഡ്സണിനകത്ത് എന്താ എഴുതിയേക്കുന്നേ? കമ്പനിയുടെ ചൂഷണത്തിന് വിധേയരായവർ. അതിൻ്റെ വലതുഭാഗത്തായിട്ട്
ആ വിഭാഗങ്ങൾ എഴുതിയിട്ടുണ്ടല്ലേ. ആരൊക്കെയാ? ഒന്നുകൂടെ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. ഫാമേഴ്സ് കർഷകർ, ദ വീവേഴ്സ് നെയ്ത്തുകാർ, ക്രാഫ്റ്റ്സ്മെൻ കൈത്തൊഴിലുകാർ, ആൻഡ് ദ ട്രൈബൽസ് ഗോത്ര വിഭാഗം അല്ലേ. അപ്പോൾ ഇതിത്രയും കുഞ്ഞുങ്ങളെ നോട്ട് ബുക്കിലോട്ടൊന്ന് മാറ്റിയാലോ? കുറിക്കുമല്ലോ. അപ്പോൾ കമ്പനിയുടെ ചൂഷണത്തിന് വിധേയരായ മറ്റു വിഭാഗം ജനങ്ങൾ ആരൊക്കെയാണെന്ന് നാം പഠിച്ചു കഴിഞ്ഞു. കർഷകർ, നെയ്ത്തുകാർ, പിന്നെ ആരാ? കൈത്തൊഴിലുകാർ, പിന്നെ ഗോത്രവർഗക്കാർ, ഫാമേഴ്സ്, വീവേഴ്സ്, ക്രാഫ്റ്റ്സ്മെൻ ആൻഡ് ദ ട്രൈബൽസ്. ഇത്രയും കാര്യങ്ങൾ നോട്ട് ബുക്കിലേക്കൊന്ന് കുറിച്ചാലോ? വേഗം ഒന്ന് കുറിക്കും. ശരി, എഴുതിയല്ലോ അല്ലേ? ഓക്കെ, മിടുക്കർ. എങ്കിൽ ഇതിൽ ആദ്യത്തെ വിഭാഗം ആരാ? കർഷകർ. ഈ കർഷകരെ കുറിച്ച് നമുക്ക് വിശദമായി ഒന്ന് ചർച്ച ചെയ്താലോ? റെഡിയല്ലേ? നോക്കാം. അപ്പോൾ ബംഗാളിൽ ആധിപത്യം ഉറപ്പിക്കാനിടയായ സാഹചര്യം നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? എന്തൊക്കെയാണ്? അഗ്രികൾച്ചറൽ പ്രോസ്പെരിറ്റി ആൻഡ് ട്രേഡിംഗ് ഫെസിലിറ്റീസ് ഇല്ലേ? അഗ്രികൾച്ചറൽ പ്രോസ്പെരിറ്റി ആൻഡ് ട്രേഡിംഗ് ഫെസിലിറ്റീസ്. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ബ്രിട്ടീഷുകാർ അവിടെ ആധിപത്യം ഉറപ്പിക്കുകയും ഈ കർഷക ജനതയ്ക്കെതിരെ അവരുടെ ചൂഷണം അഴിച്ചുവിടുകയും ചെയ്തു. അങ്ങനെ കമ്പനിയുടെ ശ്രദ്ധ സമ്പന്നമായ കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞു. എന്തായിരിക്കാം അവരുടെ ലക്ഷ്യം? ലക്ഷ്യം ഒന്നേയുള്ളൂ. എന്താ? അവിടത്തെ സമ്പത്ത് കൊള്ളയടിക്കുക. അത് ലക്ഷ്യം വെച്ചുകൊണ്ട് കർഷകരെ ബ്രിട്ടീഷുകാർ അമിതമായി ചൂഷണം ചെയ്തു. കർഷകരെ ചൂഷണം ചെയ്യുന്നതിനായി അവർ എന്തെല്ലാമാണ് ചെയ്തത്? നമുക്കൊന്ന് നോക്കിയാലോ. കർഷകർക്കുമേൽ അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു. വരൾച്ചയോ വെള്ളപ്പൊക്കമോ മൂലം കൃഷി നശിച്ചാലും നികുതി ഇളവുകൾ നൽകിയിരുന്നില്ല. നികുതി പിരിച്ചെടുക്കാൻ ഇടനിലക്കാരെ, അതായത് ജമീന്ദാർമാരെ ചുമതലപ്പെടുത്തി. നികുതി പണമായി തന്നെ നൽകണമെന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു. പണത്തിനായി കർഷകർ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ സാഹുക്കാർ ആശ്രയിക്കേണ്ടി വന്നു. What were the strategies adopted by the British on farmers? Levied heavy taxes on farmers. No tax concessions were sanctioned even when drought and flood destroyed the agriculture. Middlemen, zamindars, were assigned to the duty of collecting tax. Imposed the condition that the tax was to be paid in the form of cash. The farmers had to depend on sahus, the private money lenders, for loans at a high rate of interest. ഈ കർഷകർക്ക് അവരുടെ കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്നും അവർ തൊഴിലാളികളായി മാറിയത് എങ്ങനെയാണെന്നും നമുക്കൊന്ന് നോക്കിയാലോ. അതിന് ബ്രിട്ടീഷുകാർ നിരവധിയായ മാർഗങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചു. എന്തൊക്കെയാണവ? ബംഗാളിലെ മണ്ണ്, പരുത്തി, ചണം, നീലം എന്നീ കൃഷിക്ക് അത്യുത്തമമാണ്, അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യമാണെന്ന് ആര് കണ്ടെത്തി? ബ്രിട്ടീഷുകാർ കണ്ടെത്തി. ഈ പരുത്തി, ചണം, നീലം ഇത് നമ്മൾ എവിടെയോ കേട്ട് പരിചയമുണ്ടല്ലോ. മിടുക്കൻ. എവിടെയാണ്? 6ാം ക്ലാസ്സിലെ മെഡീവൽ ഇന്ത്യയിൽ അല്ലേ? മെഡീവൽ പീരീഡ്, മധ്യകാല ഇന്ത്യയിലെ റിസോഴ്സസ് എന്ന 2ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. എല്ലാവരും മിടുക്കനാണ് കേട്ടോ. നല്ല ഓർമ്മയുണ്ടല്ലോ. വെരി ഗുഡ്, വെൽ ഡൺ. അപ്പോൾ ബംഗാളിലെ മണ്ണ് പരുത്തി കൃഷിക്കും ചണം കൃഷിക്കും നീലം കൃഷിക്കും ഏറ്റവും അനുയോജ്യമാണെന്ന് ആര് കണ്ടെത്തി? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ കണ്ടെത്തി. മാത്രമല്ല, അവരുടെ പ്രധാന ഉദ്ദേശ്യം എന്തായിരുന്നു? ഈ പരുത്തി, ചണം, നീലം, കോട്ടൺ, ജൂട്ട് ആൻഡ് ഇൻഡിഗോ ഇത്രയും ബ്രിട്ടീഷ് ഇൻഡസ്ട്രിക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളായിരുന്നു. എന്താണ്? ബ്രിട്ടീഷ് വ്യവസായങ്ങൾക്ക് ആവശ്യമായ അവരുടെ വ്യവസായശാലകളിലേക്ക് ആവശ്യമായ റാ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കളായിരുന്നു ഈ പറഞ്ഞ മൂന്നും. ഏതൊക്കെയാ? ഒന്നുകൂടെ പറഞ്ഞേ. കോട്ടൺ പരുത്തി, ജൂട്ട് ചണം,
ഇൻഡിഗോ, നീലം. അല്ലേ? അതിനായി അവർ എന്ത് തന്ത്രമാണ് അടുത്തത് മെനഞ്ഞത്? ഈ കൃഷി അവിടെ മൊത്തം വ്യാപിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. അതിനായി അവർ എന്ത് ചെയ്തിരിക്കാം? നമ്മുടെ ഈ പാവപ്പെട്ട കർഷകരെ നിർബന്ധിച്ചിരിക്കാം. അല്ലേ? ഈ കർഷകർ പരമ്പരാഗതമായി എന്താണ്? കാർഷിക വിളകൾ കൃഷി ചെയ്യുന്നവരാണല്ലേ? ഈ കാർഷിക വിളകളുടെ സ്ഥാനത്ത് കമേഴ്സ്യൽ ക്രോപ്സ് ആയ കോട്ടൺ, ജൂട്ട്, ഇൻഡിഗോ ഇത്രയും കൃഷി ചെയ്ത് അവരുടെ വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തു ലഭ്യമാക്കാൻ വേണ്ടി ആരെ നിർബന്ധിച്ചു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ പാവപ്പെട്ട കർഷകരെ നിർബന്ധിച്ചു. അവർക്ക് അനുസരിക്കാതെ വേറെ മാർഗമില്ല. അവരെന്ത് ചെയ്തു? പരമ്പരാഗതമായി കൃഷി ചെയ്തു വന്ന കാർഷിക വിളകളുടെ സ്ഥാനം ഏതിലോട്ട് വഴിമാറി? കമേഴ്സ്യൽ ക്രോപ്സ് ആയ കോട്ടൺ, പരുത്തി, ജൂട്ട്, ചണം, നീലം, ഇൻഡിഗോ എന്നീ 3 കമേഴ്സ്യൽ ക്രോപ്സിനും വഴിമാറി. അതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചത്? ഉറച്ചു പറയൂ. ഈ പാവപ്പെട്ട കർഷകർ എന്ത് ചെയ്തു? തൊഴിലില്ലാത്തവരായി മാറി. അവരുടെ കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ടു. അവർ വെറും തൊഴിലാളികളായി മാറി. അപ്പോൾ ടീച്ചർ തുടക്കത്തിലൊരു ചോദ്യം ചോദിച്ചിരുന്നു, ഓർക്കുന്നുണ്ടോ? എന്താ? പാവപ്പെട്ട കർഷകർക്ക് കൃഷിയിടങ്ങൾ എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? അവർ എങ്ങനെയാണ് വെറും തൊഴിലാളികളായി മാറിയത്? അതിനുള്ള ഉത്തരവെല്ലാം ഈ പറഞ്ഞതിലുണ്ട്. നമുക്കത് ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ചാലോ? എന്തൊക്കെയാണ്? പറഞ്ഞേ, എന്തൊക്കെയാണ്? ബംഗാളിലെ മണ്ണ്, പരുത്തി, ചണം, നീലം എന്നീ കൃഷികൾക്ക് അനുയോജ്യമാണെന്ന് ആര് കണ്ടെത്തി? ബ്രിട്ടീഷുകാർ കണ്ടെത്തി. അതിനായി അവർ പരമ്പരാഗതമായി കാർഷിക വിളകൾ മാത്രം കൃഷി ചെയ്തിരുന്ന അവരുടെ പാടങ്ങളിൽ കമേഴ്സ്യൽ ക്രോപ്സ് ആയ കോട്ടൺ, ജൂട്ട്, ഇൻഡിഗോ, പരുത്തി, നീലം, ചണം എന്നിവ കൃഷി ചെയ്യാൻ ആരെ പ്രേരിപ്പിച്ചു? ആരെ നിർബന്ധിച്ചു? നമ്മുടെ പാവപ്പെട്ട കർഷകരെ നിർബന്ധിച്ചു. അവർ അത് അനുസരിക്കാതെ അവർക്ക് നിർവാഹമില്ലായിരുന്നു. അതുമാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഈ കോട്ടൺ, ജൂട്ട് ആൻഡ് ഇൻഡിഗോ ഇത്രയും കമേഴ്സ്യൽ ക്രോപ്സ് ബ്രിട്ടീഷുകാരുടെ വ്യവസായശാലകൾക്കുള്ള അസംസ്കൃത വസ്തുവായിരുന്നു, റാ മെറ്റീരിയൽസ് ആയിരുന്നു. അതുകൊണ്ട് അവർ എന്ത് ചെയ്തു? ഇതിനെ ഈ ഭക്ഷ്യ വിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന പാടത്ത് ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അവരെന്ത് ചെയ്തു? പാവപ്പെട്ട കർഷകർ തൊഴിലില്ലാത്തവരായി മാറി. അവരുടെ കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ടു. അല്ലേ? The English East India Company identified that the fertile field of Bengal were much favorable for growing the commercial crops like cotton, jute and indigo. Besides, these cotton, jute and indigo were the major raw materials for the industries in England. So, they have decided to expand this cultivation. Consequently, or as a result of this, the agricultural food crops changed into the cultivations or the plantations of cotton, jute and indigo. As a result of this, the farmers became landless and they became laborers. ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? എങ്കിൽ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ചാലോ നമുക്ക്? ശരി, ആദ്യം പഠിച്ച കാര്യം എന്താ? അതവിടെ പറഞ്ഞല്ലോ. നഗോഡകളെ കുറിച്ചാണല്ലേ. നഗോഡകൾ ആരായിരുന്നുവെന്നും ആരാണ് അവരെ ചൂഷണം ചെയ്തതെന്നും അവരുടെ ജീവിതം ദുസ്സഹമായി തീർന്നത് എങ്ങനെയെന്നും നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ പഠിച്ച കാര്യം എന്താണ്? നഗോഡകളെ മാത്രമല്ല, പിന്നെയോ വിവിധ വിഭാഗം ജനങ്ങളെയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തങ്ങളുടെ ചൂഷണത്തിന് വിധേയരാക്കി. ആരൊക്കെയായിരുന്നു അവർ? ഉറച്ചു പറഞ്ഞേ മക്കളെ, ആരൊക്കെയായിരുന്നു? ഫാർമേഴ്സ്, വീവേഴ്സ്, ക്രാഫ്റ്റ്സ്മെൻ ആൻഡ് ദ ട്രൈബൽസ്. കർഷകർ, നെയ്ത്തുകാർ, കൈത്തൊഴിലുകാർ, ഗോത്ര വർഗക്കാർ. മിടുക്കർ, ഓർമ്മയുണ്ടല്ലേ? വെരി ഗുഡ്, വെൽ ഡൺ, കീപ് ഇറ്റ് അപ്പ്. അതിനുശേഷം നമ്മൾ പഠിച്ചത് എന്താ? ഏതെല്ലാം രീതിയിലാണ് അല്ലെങ്കിൽ എന്തെല്ലാം തന്ത്രങ്ങൾ മെനഞ്ഞാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മുടെ കർഷകരെ ദ്രോഹിച്ചതെന്നാണല്ലേ? അത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഓർമ്മയുണ്ടോ? നികുതി ഭാരം അടിച്ചേൽപ്പിച്ചത്, നികുതി പിരിക്കാൻ ഇടനിലക്കാരെ ഉപയോഗിച്ചത്, നികുതി പണമായി തന്നെ നൽകണമായിരുന്നു. പിന്നെയോ നികുതി പണമായി തന്നെ നൽകണമെന്നുള്ള വ്യവസ്ഥ വച്ചതുകൊണ്ട് പാവപ്പെട്ട ഈ കർഷകർക്ക് പ്രകൃതി ദുരന്തങ്ങൾ വന്ന് അവരുടെ കൃഷിയിടങ്ങൾ നശിച്ചാൽ
അവർക്ക് പണമായി നൽകാൻ കഴിയില്ലായിരുന്നു. അതിനാൽ അവർ പണം കൊള്ളപ്പലിശയ്ക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ഉയർന്ന പലിശയ്ക്ക് കൊടുക്കുന്ന സാഹുക്കൾ എന്നറിയപ്പെടുന്ന വിഭാഗത്തിൽ നിന്നും കടം വാങ്ങി നികുതി അടച്ചിരുന്നു. ഇതാണ് ബ്രിട്ടീഷുകാർ കർഷകർക്കെതിരെ നടത്തിയ തന്ത്രങ്ങളല്ലേ, അവരെ ദ്രോഹിച്ചത്, അവരെ ചൂഷണം ചെയ്തത്. അതിനുശേഷം നമ്മൾ എന്താ പഠിച്ചത്? ബംഗാളിലെ മണ്ണ് പരുത്തി കൃഷിക്കും നീലം കൃഷിക്കും ചണം കൃഷിക്കും അനുയോജ്യമാണെന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ കണ്ടെത്തി. ഇത് അവരുടെ ബ്രിട്ടനിലെ വ്യവസായശാലകൾക്ക് ആവശ്യമുള്ള അസംസ്കൃത വസ്തുക്കളായിരുന്നു, മേജർ റോ മെറ്റീരിയൽസ് ആയിരുന്നു. അതുകൊണ്ട് കൃഷി വ്യാപിപ്പിക്കാൻ അവർ കർഷകരെ നിർബന്ധിച്ചു. അതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചത്? പരമ്പരാഗതമായി അവർ ചെയ്തു വന്നിരുന്ന ഭക്ഷ്യവിളകൾക്ക് പകരം നീലത്തിൻ്റെയും ചണത്തിൻ്റെയും പരുത്തിയുടെയും തോട്ടങ്ങളായി അവരുടെ കൃഷിയിടങ്ങൾ മാറി. അതിൻ്റെ ഫലമായിട്ട് അവർ തൊഴിൽ ഇല്ലാത്തവരായി മാറി, അവരുടെ കൃഷിയിടങ്ങൾ നഷ്ടമായി, അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. മക്കളെല്ലാവരും അത് നല്ലവണ്ണം പഠിച്ചിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ടെന്ന് ടീച്ചർ വിശ്വസിക്കുകയാണ്. എങ്കിൽ നമുക്ക് ഇന്നത്തെ വർക്കിലോട്ട് പോകാമോ? ബംഗാളിലെ ഭരണം കമ്പനിയുടെ അധീനതയിലായതോടെ കർഷകർ അനുഭവിച്ച ദുരിതങ്ങൾ എന്തെല്ലാം? റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ഹാർഡ്ഷിപ്സ് ഫേസ്ഡ് ബൈ ദ ഫാമേഴ്സ് ഇൻ ബംഗാൾ അണ്ടർ ദ കമ്പനി റൂൾ. ഈ കുറിപ്പ് തയ്യാറാക്കി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുമല്ലോ, അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാട്ടോ. എല്ലാവരും സുരക്ഷിതരായിരിക്കണം കേട്ടോ. ഓക്കെ, ബൈ.